വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പ്രത്യേക ആവശ്യകതകൾ അനുസരിച്ച് യുദ്ധ ടാങ്കുകൾ നവീകരിക്കുകയും രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നു. ഫയർ പവർ, ആർമർ, അഗ്നി നിയന്ത്രണ സംവിധാനങ്ങളിലെ സാങ്കേതിക മുന്നേറ്റം എന്നിവയാൽ ഓരോ ടാങ്കുകളും വ്യത്യസ്തമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും നൂതനവും ജനപ്രിയവുമായ 10 യുദ്ധ ടാങ്കുകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ ടാങ്കുകളെ പറ്റി നോക്കുന്നതിന് മുൻപ് ടാങ്കിന്റെ സവിശേഷതകളെ സംബന്ധിക്കുന്ന കുറച്ച് വാക്കുകൾ മനസ്സിലാക്കുന്നത് നമുക്ക് സഹായകമാകും. ഒന്നാമതായി കോമ്പോസിറ്റ് ആർമർ. ഒരു ടാങ്കിന്റെ ഇത്തരത്തിലുള്ള കവചത്തിൽ ലോഹം, സെറാമിക്, പ്ലാസ്റ്റിക് തുടങ്ങിയ വിവിധ വസ്തുക്കളുടെ വിവിധ പാളികൾ അടങ്ങിയിരിക്കുന്നു. ഈ കവചത്തിന്റെ ഉദ്ദേശം സ്ഫോടനാത്മക ടാങ്ക് വിരുദ്ധായുധങ്ങൾക്കെതിരെ ടാങ്കിന് മികച്ച സംരക്ഷണവും കുഷ്യനിങ്ങും നൽകുക എന്നതാണ്. രണ്ടാമതായി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. ടാങ്കിന് നേരെ വരുന്ന ഏത് ടാങ്ക് വിരുദ്ധായുധവും കണ്ടെത്താനും തടയാനും അതിനെ നിർവീര്യമാക്കാനും കഴിയുന്ന ടാങ്കിന്റെ സംരക്ഷണ സംവിധാനമാണിത്. 1980കളിലും 90കളിലും സേവനത്തിൽ പ്രവേശിച്ച ആധുനിക ടാങ്കുകളിലെല്ലാം ഈ സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നു. മൂന്നാമതായി എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ. ടാങ്ക് വിരുദ്ധായുധത്തിന്റെ ആഘാതം ലഘൂകരിക്കാൻ കവചത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്ന മറ്റൊരു തരത്തിലുള്ള കവചമാണിത്. ഈ കവചത്തിൽ ഒരു പ്രൊജക്ടൈൽ പതിക്കുമ്പോൾ കവചത്തിനുള്ളിൽ ഒരു ചെറിയ സ്ഫോടനം സംഭവിക്കുന്നു. പ്രൊജക്ടൈലിന്റെ സ്ഫോടനത്തിന്റെ ആഘാതത്തെ ഇത് ചെറുക്കുന്നത് വഴി കവചങ്ങൾക്കും പട്ടാളക്കാർക്കും കാര്യമായ പരിക്കേൽക്കുന്നില്ല. നാലാമതായി APF SDS റൗണ്ടുകൾ. ഇത് ആർമർ പിയേഴ്സിംഗ് ഫിൻ സ്റ്റെബിലൈസ്ഡ് ഡിസ്കാർഡിംഗ് സപ്പോർട്ടിനെ സൂചിപ്പിക്കുന്നു. കവചങ്ങൾ തുളച്ചു കയറാനും കവചിത വാഹനത്തെ ആക്രമിക്കാനും കൈനറ്റിക് എനർജി ഉപയോഗിക്കുന്ന ഒരു ഡാർട്ട് പോലെയുള്ള ആയുധമാണിത്. അഞ്ചാമതായി HEAT റൗണ്ടുകൾ. ഇത് ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് റൗണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ആർമറിനടുത്തുള്ള സ്ഫോടനം ഉപയോഗിച്ച് കവചത്തിനുള്ളിൽ തുളച്ചു കയറാനും വാഹനത്തെ ആക്രമിക്കാനും ഉപയോഗിക്കുന്ന ഒരു കോണാകൃതിയിലുള്ള അമ്മുനേഷനാണിത്. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച 10 ടാങ്കുകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി M1A2 അബ്രാംസ്. M1 അബ്രാംസ് മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് M1A2. ഇത് നിലവിൽ അമേരിക്കൻ ആർമിയിലും മറ്റ് നിരവധി രാജ്യങ്ങളിലും സേവനത്തിലുണ്ട്. ഇത് 1992 അവതരിപ്പിച്ചതിന് ശേഷം ഗൾഫ് യുദ്ധം, ഇറാഖ് അധിനിവേശം, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പ്രധാന തോക്കായി 120mm സ്മൂത്ത് ബോർ പീരങ്കിയാണ് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആർമർ പിയേഴ്സിംഗ്, ഹൈ എക്സ്പ്ലോസീവ്, ആന്റി ടാങ്ക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇവയ്ക്ക് കഴിയും. ടാങ്കിൽ പ്രധാന തോക്കിനൊപ്പം .50 കാലിബർ M2 മെഷീൻ ഗണ്ണും 7.62mm M240 കൊയാക്സിൽ മെഷീൻ ഗണ്ണുമുണ്ട്. കൂടാതെ ഒരു യന്ത്രത്തോക്കും ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു റിമോട്ട് ആയുധ സ്റ്റേഷനും ടററ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നു. UK വികസിപ്പിച്ചെടുത്ത ഒരു തരം നൂതന സംയോജിത കവചമായ ചോബം കവചം, റിയാക്റ്റീവ് കവചം, സജീവമായ സംരക്ഷണ സംവിധാനം എന്നിവയുൾപ്പെടെ വിപുലമായ കവച സംരക്ഷണം M1A2വിനുണ്ട്. ഇതിനു പുറമെ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലേസർ വാണിംഗ് സിസ്റ്റം, മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം, റേഡിയോ ഫ്രീക്വൻസി ജാമർ എന്നിവ വിവിധ ഭീഷണികളിൽ നിന്നും ടാങ്കിന് അധിക പരിരക്ഷ നൽകുന്നു. മണിക്കൂറിൽ 67 കിലോമീറ്റർ വേഗതയും 426 കിലോമീറ്റർ റേഞ്ചും ഈ ടാങ്കിന് കൈവരിക്കാനാകും. ഒരു നൂതന തരം ഹൈഡ്രോളിക് സസ്പെൻഷൻ സംവിധാനമുള്ളതിനാൽ പരിക്കൻ ഭൂപ്രദേശങ്ങളും തടസ്സങ്ങളും എളുപ്പത്തിൽ മറികടക്കാൻ ഈ ടാങ്കിന് കഴിയും. M1A2വിന് ഒരു ഡിജിറ്റൽ ഫയർ കൺട്രോൾ സിസ്റ്റം ഉള്ളതിനാൽ അവ ടാങ്കിന്റെ കൃത്യത മെച്ചപ്പെടുത്തുകയും ക്രൂവിന്റെ ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. കമാൻഡേഴ്സ് ഇൻഡിപെൻഡന്റ് തെർമൽ വ്യൂവറും ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഗണ്ണറിന്റെ സൈറ്റിൽ നിന്നും സ്വതന്ത്രമായി ലക്ഷ്യങ്ങൾ സ്കാൻ ചെയ്യാൻ കമാൻഡറെ അനുവദിക്കുന്നു. യുദ്ധഭൂമിയിലെ വിവരങ്ങൾ സ്വീകരിക്കാനും മറ്റ് യൂണിറ്റുകളുമായി പങ്കിടാനും അനുവദിക്കുന്ന ഒരു ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റവും ഈ ടാങ്കിൽ ഉണ്ടാകും. മൊത്തത്തിൽ M1A2 എന്നത് ഉയർന്ന ശേഷിയുള്ളതും നൂതനവുമായ ഒരു മെയിൻ ബാറ്റിൽ ടാങ്കാണ്. അതോടൊപ്പം നിരവധി പോരാട്ടങ്ങളിൽ ഈ ടാങ്ക് അതിന്റെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുമുണ്ട്. ഇവയുടെ ഫയർ പവർ, സംരക്ഷണം, മൊബിലിറ്റി എന്നിവ ലോകത്തിലെ ഏറ്റവും ശക്തമായ ടാങ്കുകളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു. രണ്ടാമതായി T-40 നർമ്മദ. പുതിയ തലമുറ റഷ്യൻ യുദ്ധ ടാങ്കാണ് T-40 നർമ്മദ. 2015 മെയ് മാസത്തിൽ റഷ്യയുടെ വിക്ടറി ഡേ പരേഡിലാണ് ഈ ടാങ്കിനെ ആദ്യമായി പ്രദർശിപ്പിച്ചത്. നാറ്റോ രാജ്യങ്ങളിലെ ആധുനിക യുദ്ധ ടാങ്കുകളുടെ എതിരാളിയായാണ് അർമദയെ റഷ്യ ചിത്രീകരിച്ചിരിക്കുന്നത്. ആർമർ പിയേഴ്സിംഗ്, ഹൈ എക്സ്പ്ലോസീവ്, ഗൈഡഡ് മിസൈലുകൾ എന്നിവ ഫയർ ചെയ്യാൻ കഴിയുന്ന ഒരു 125mm സ്മൂത്ത് ബോർ പീരങ്കിയാണ് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒരു 12.7mm മെഷീൻ ഗണ്ണും ഒരു 7.62mm മെഷീൻ ഗണ്ണും സെക്കൻഡറി ആയുധങ്ങളായി ഇതിലുണ്ട്. സംയോജിത കവചം, റിയാക്റ്റീവ് കവചം, സംയോജിത സംരക്ഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ T-40 നർമ്മദയ്ക്ക് വിപുലമായ കവച സംരക്ഷണമുണ്ട്. ഇവയ്ക്ക് ലോ പ്രൊഫൈലും കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉള്ളതിനാൽ ഈ ടാങ്കിനെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാക്കുന്നു.
മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ഈ ടാങ്കിന് 500 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടായിരിക്കും. ടാങ്കിന്റെ പ്രത്യേക സവിശേഷത അതിന്റെ ഓട്ടോമേറ്റഡ് ടററ്റാണ്. ഒരു കമാൻഡർ, ഒരു ഗണ്ണർ, ഒരു ഡ്രൈവർ എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് ഈ ടാങ്കിലുള്ളത്. ടാങ്കിന് ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷൻ ഉള്ളതിനാൽ ക്രൂവിന്റെ ജോലിഭാരം വൻതോതിൽ കുറയ്ക്കുന്നു. T-14 അർമദകൾ റഷ്യ പരിമിതമായ എണ്ണത്തിൽ മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. കാരണം ഈ ടാങ്കുകൾ ഇപ്പോഴും മൂല്യനിർണയ ഘട്ടത്തിലാണ്. കൂടാതെ നിലവിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ചില നിർമ്മാണ തകരാറുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. UK ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ടാങ്കുകൾ ഉക്രൈനിയൻ മണ്ണിൽ വിന്യസിക്കുന്നുണ്ടെങ്കിലും സജീവമായ പോരാട്ടത്തിൽ ഇവയെ ഉപയോഗിക്കുന്നില്ല. സാങ്കേതിക പുരോഗതിയും മെച്ചപ്പെടുത്തിയ ഫയർ പവറും ഇവയെ മികച്ച 10 യുദ്ധ ടാങ്കുകളുടെ പട്ടികയിൽ ഒരു മികച്ച മത്സരാർത്ഥിയാക്കി മാറ്റുന്നു. മൂന്നാമതായി ലെപ്പാഡ് 2A7+. ലെപ്പാഡ് 2A7+ ഒരു ആധുനിക ജർമ്മൻ മെയിൻ ബാറ്റിൽ ടാങ്കാണ്. 1970-കൾ മുതൽ ജർമ്മൻ സൈന്യത്തെ സേവനിച്ചിരുന്ന ലെപ്പാഡ് 2 ടാങ്കിന്റെ നവീകരിച്ച വകഭേദമാണിത്. ഈ ടാങ്ക് അതിന്റെ മുൻഗാമിയെ അപേക്ഷിച്ച് നിരവധി മെച്ചപ്പെടുത്തലുകൾ അവതരിപ്പിക്കുന്നു. നവീകരിച്ച കവച സംരക്ഷണം, മെച്ചപ്പെട്ട മൊബിലിറ്റി, മെച്ചപ്പെടുത്തിയ അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സാഹചര്യപരമായ അവബോധവും ടാർഗറ്റ് ഏറ്റെടുക്കൽ കഴിവുകളും മെച്ചപ്പെടുത്തുന്നതിന് നിരവധി വിപുലമായ സെൻസറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. റെയിൻ മെറ്റൽ 120 mm സ്മൂത്ത് ബോർ തൂക്ക് ഉപയോഗിച്ചാണ് ഈ ടാങ്കിനെ ആയുധവൽക്കരിച്ചിരിക്കുന്നത്. ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് റൗണ്ടുകൾ, ആർമർ പിയേഴ്സിംഗ്, ഫിൻ സ്റ്റെബിലൈസ്ഡ് ഡിസ്കാർഡിംഗ് സപ്പോർട്ട്, കാനിസ്റ്റർ റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഫയർ ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. 7.62 mm മെഷീൻ ഗൺ, 40 mm ഗ്രനേഡ് ലോഞ്ചറുകൾ അല്ലെങ്കിൽ .50 കാലിബർ മെഷീൻ ഗൺ എന്നിവ ഈ ടാങ്കിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ലെപ്പാഡ് 2A6ന്റെ നവീകരിച്ച വേരിയന്റ് ആയതിനാൽ പാസീവ് ആർമർ മോഡ്യൂളുകൾ ഉൾപ്പെടുന്ന ഒരു മോഡുലാർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇത് അവതരിപ്പിക്കുന്നു. ATGMകൾ, മൈനുകൾ, IEDകൾ, RPGകൾ എന്നിവയ്ക്കെതിരെ ഇത് ക്രൂവിന് 360 ഡിഗ്രി സംരക്ഷണം നൽകുന്നു. 1500 ഹോഴ്സ് പവർ ഉള്ള MTU ഡീസൽ എഞ്ചിനാണ് ഈ ടാങ്കിന് ഊർജം പകരുന്നത്. ഈ എഞ്ചിൻ മണിക്കൂറിൽ 70 കിലോമീറ്ററിൽ കൂടുതൽ പരമാവധി വേഗതയും 550 കിലോമീറ്റർ വരെ റേഞ്ചും നൽകുന്നു. ലേസർ റേഞ്ച് ഫൈൻഡർ, തെർമൽ ഇമേജിംഗ് സിസ്റ്റം, ഡിജിറ്റൽ ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ എന്നിവയുൾപ്പെടെ വിപുലമായ അഗ്നി നിയന്ത്രണ സംവിധാനം ഈ ടാങ്കിലുണ്ട്. അതിനാൽ ടാങ്കിന് ദൈർഘ്യമേറിയ റേഞ്ചുകളിൽ നിന്നും ടാർഗറ്റുകളിൽ കൃത്യമായി ഇടപഴകാൻ കഴിയുന്നു. ഖത്തറും ഹംഗറിയും ഉൾപ്പെടുന്ന നിരവധി രാജ്യങ്ങളിലേക്ക് ഈ ടാങ്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. മാലിയിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമാധാന പരിപാലന ദൗത്യങ്ങളിലും ഈ ടാങ്ക് വിന്യസിച്ചിരുന്നു. മൊത്തത്തിൽ ലെപ്പാഡ് 2A7+ ഉയർന്ന ശേഷിയുള്ളതും വിപുലവുമായ ഒരു മെയിൻ ബാറ്റിൽ ടാങ്കാണ്. നാലാമതായി ചലഞ്ചർ 2. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മെയിൻ ബാറ്റിൽ ടാങ്കാണ് ചലഞ്ചർ എന്നത്. ഇത് 1998-ൽ സേവനത്തിൽ അവതരിപ്പിക്കുകയും വിവിധ സംഘടനകളിൽ വിന്യസിക്കുകയും ചെയ്തു. ഗൾഫ് യുദ്ധം, ഇറാഖ് അധിനിവേശം, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം എന്നിവയിലും ഈ ടാങ്ക് വിന്യസിക്കപ്പെട്ടു. ഈ ടാങ്കിൽ 120 mm L30A1 റൈഫിൾഡ് മെയിൻ ഗൺ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് APF SDS റൗണ്ടുകളും ഉയർന്ന സ്ഫോടക ശേഷിയുള്ള സ്ക്വാഷ് ഹെഡ് റൗണ്ടുകളും ഫയർ ചെയ്യാൻ കഴിവുള്ളതാണ്. ഇതോടൊപ്പം അധിക ഫയർ പവറിനായി 7.62 mm 12.7 mm മെഷീൻ ഗണ്ണുകളും സജ്ജീകരിച്ചിരിക്കുന്നു. മെച്ചപ്പെട്ട ടാർഗറ്റ് തിരിച്ചറിയലിനും കൃത്യതയ്ക്കുമായി നൂതന ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾ, ലേസർ റേഞ്ച് ഫൈൻഡർ, തെർമൽ ഇമേജിംഗ്, നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ എന്നിവ ഈ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇൻഫ്രാറെഡ് ജാമറും NBC സംരക്ഷണ സംവിധാനവും ഈ ടാങ്കിലുണ്ട്. കെമിക്കൽ, കൈനറ്റിക് ഊർജ്ജ റൗണ്ടുകൾക്കെതിരെ മികച്ച പ്രതിരോധം നൽകുന്ന ചോബാം കോമ്പോസിറ്റ് കവചത്താൽ ഇത് സംരക്ഷിക്കപ്പെടുന്നു. ഈ കവചത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഘടനയും സാങ്കേതിക വിദ്യയും ഹൈലി ക്ലാസിഫൈഡ് ആയതിനാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായും ഇതിനെ കണക്കാക്കപ്പെടുന്നു. ഇവയ്ക്ക് കരുത്തേകുന്ന 1200 HP V12 ഡീസൽ എഞ്ചിൻ ഈ ടാങ്കിന് പരമാവധി 59 km/h വേഗതയും 450 കിലോമീറ്ററിന്റെ റേഞ്ചും നൽകുന്നു. നിലവിലുള്ള സവിശേഷതകൾ നവീകരിക്കുന്ന ഒരു ലൈഫ് എക്സ്റ്റൻഷൻ പ്രോഗ്രാമിന് നിലവിൽ ഈ ടാങ്ക് വിധേയമാകുകയാണ്. ആധുനിക നെറ്റ്വർക്കും നിരീക്ഷണശേഷിയുമുള്ള ഈ പുതിയ വേരിയന്റ് ടാങ്കുകൾ ചലഞ്ചർ 3 എന്നറിയപ്പെടുന്നു. കൂടാതെ ഇവയ്ക്ക് 2035 വരെ സേവന ജീവിതവും ഉണ്ടായിരിക്കും. അഞ്ചാമതായി T-90 ടാങ്കുകൾ. T-72ൽ നിന്നും വികസിപ്പിച്ചെടുത്ത 3ാം തലമുറ റഷ്യൻ മെയിൻ ബാറ്റിൽ ടാങ്കാണ് T-90. ലോകത്തിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ടാങ്കുകളിലൊന്നാണിത്. ഈ ടാങ്കുകൾ തമിഴ്നാട്ടിലെ ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ ലൈസൻസിന് കീഴിൽ ഇന്ത്യയിലും നിർമ്മിക്കുന്നു. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ 1100 T-90 ടാങ്കുകൾ അവരുടെ കവചിത ഫ്ലീറ്റിൽ പ്രവർത്തിപ്പിക്കുന്നു. ഈ ടാങ്കിൽ 125 mm 2A46M സ്മൂത്ത് ബോർ മെയിൻ ഗൺ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവ APF SDS റൗണ്ടുകൾ, HEAT റൗണ്ടുകൾ, ഗൈഡഡ് മിസൈലുകൾ എന്നിവ ഫയർ ചെയ്യാൻ പ്രാപ്തമാണ്.
സെക്കൻഡറി ആയുധങ്ങളുടെ പട്ടികയിൽ 12.7 mm കോഡ് HMGയും 7.62 mm മെഷീൻ ഗണ്ണും ഉൾപ്പെടുന്നു. മികച്ച ലക്ഷ്യം നേടുന്നതിനും മികച്ച കൃത്യതയ്ക്കും സഹായിക്കുന്ന തെർമൽ ഇമേജിംഗ്, നൈറ്റ് വിഷൻ സിസ്റ്റങ്ങൾ, ലേസർ റേഞ്ച് ഫൈൻഡർ എന്നിവ പോലെയുള്ള നൂതന അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ ഇവയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ കവചം സ്റ്റീൽ, കോമ്പോസിറ്റ്, എക്സ്പ്ലോസീവ്, റിയാക്റ്റീവ് കവചം എന്നിവയുടെ സംയോജനമാണ്. അതോടൊപ്പം ഇവയിൽ STORA-1 ആക്റ്റീവ് സംരക്ഷണ സംവിധാനവുമുണ്ട്. ആണവ, ജൈവ, രാസ ആക്രമണങ്ങളിൽ നിന്നും ഇവ ടാങ്കിന് സംരക്ഷണം നൽകുന്നു. പരമാവധി 60 km/h വേഗതയും 650 km വരെ റേഞ്ച് നൽകുന്ന V92S2F ഡീസൽ എഞ്ചിനാണ് ടാങ്കിന് കരുത്തേകുന്നത്. 1990കളുടെ തുടക്കം മുതൽ റഷ്യൻ സൈന്യവുമായി സേവനത്തിലുള്ള ഒരു പ്രധാന യുദ്ധ ടാങ്കാണ് T-90. കൂടാതെ ചെച്ചൻ അധിനിവേശം, സിറിയൻ അഭ്യന്തര യുദ്ധം എന്നിവയിലും ഇതിന്റെ കഴിവിവ തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഈ ടാങ്ക് ഉപയോഗിച്ചു പോരുന്നു. ആറാമതായി K2 ബ്ലാക്ക് പാന്തർ. K2 ബ്ലാക്ക് പാന്തർ ഒരു ദക്ഷിണ കൊറിയൻ മെയിൻ ബാറ്റിൽ ടാങ്കാണ്. 2014 അവതരിപ്പിച്ചതിന് ശേഷം ഈ ടാങ്ക് ദക്ഷിണ കൊറിയൻ സൈന്യവുമായി നിലവിൽ സേവനത്തിലാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പോളിഷ് സൈന്യം 180 K2 ടാങ്കുകൾ വാങ്ങാൻ ഹ്യൂണ്ടായി റോട്ടമുമായി കരാർ ഒപ്പുവച്ചിരുന്നു. മെയിൻ ഗണ്ണായി 120 mm L-55 സ്മൂത്ത് ബോർ ഗണ്ണും ഒരു കൊയാക്സിയൽ 7.62 mm മെഷീൻ ഗണ്ണും ഒരു 12.7 mm K6 ഹെവി മെഷീൻ ഗണ്ണും സെക്കൻഡറി ആയുധമായും സജ്ജീകരിച്ചിരിക്കുന്നു. പ്രധാന തോക്കിന് APF SDS റൗണ്ടുകളും HEAT റൗണ്ടുകളും ഫയർ ചെയ്യാൻ കഴിയും. ടാങ്കിൽ ഒരു നൂതന സംയോജന കവചം ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ IEDകളിൽ നിന്നും ശത്രുക്കളുടെ ഫയറിങ്ങുകളിൽ നിന്നും ഇവ ടാങ്കിന് സംരക്ഷണം നൽകുന്നു. കവചം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരം കുറഞ്ഞ രീതിയിലായതിനാൽ ഈ ടാങ്കുകൾ യുദ്ധക്കളത്തിൽ കൂടുതൽ ഫലപ്രദമാണ്. അതോടൊപ്പം ഈ സവിശേഷത ടാങ്കിനെ നാവിഗേറ്റ് ചെയ്യാനും എളുപ്പത്തിൽ നീങ്ങാനും സഹായിക്കുന്നു. ഇൻകമിംഗ് പ്രൊജക്ടൈലുകളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഈ ടാങ്കിലുണ്ട്. കൂടാതെ ടാങ്കിന്റെ കവചം NBC ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ക്രൂവിന് തത്സമയ വിവരങ്ങൾ നൽകാനും കഴിയുന്ന ഒരു ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഇതിനുണ്ട്. അതോടൊപ്പം ലേസർ റേഞ്ച് ഫൈൻഡറും തെർമൽ ഇമേജിംഗും ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇതിന് മണിക്കൂറിൽ 70 km വരെ വേഗത കൈവരിക്കാനും 450 km വരെ റേഞ്ചും ഉണ്ടായിരിക്കും. ഭാവി യുദ്ധത്തിന്റെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സ്വഭാവം കണക്കിലെടുത്തുള്ള ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ ടാങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊരു സെമി ആക്റ്റീവ് സസ്പെൻഷൻ ഉള്ളതിനാൽ ക്രൂവിന്റെ ഉയരവും വ്യൂയിങ് ആംഗിളും ക്രമീകരിക്കാൻ സാധിക്കുന്നു. ഏഴാമതായി മെർക്കാവ MK4. 2004 മുതൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സുമായി സേവനമനുഷ്ഠിക്കുന്ന ഒരു പ്രധാന യുദ്ധ ടാങ്കാണ് മെർക്കാവ MK4. ക്രൂ അതിജീവനത്തിന് പ്രാധാന്യം നൽകിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ നൂതന സംരക്ഷണ സംവിധാനങ്ങൾ ക്രൂവിന് ഏറ്റവും സുരക്ഷിതമായ ടാങ്കുകളിൽ ഒന്നാക്കി ഇവയെ മാറ്റുന്നു. APF SDS റൗണ്ടുകളും HEAT റൗണ്ടുകളും ഫയർ ചെയ്യാൻ കഴിവുള്ള 120 mm MG253 സ്മൂത്ത് ബോർ തോക്കാണ് ഈ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒരു കൊയാക്സിയൽ 7.62 mm മെഷീൻ ഗണ്ണും 12.7 mm മെഷീൻ ഗണ്ണും ടററ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇൻകമിംഗ് പ്രൊജക്ടൈലുകളെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ട്രോഫി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം മെർക്കാവ MK4 അവതരിപ്പിക്കുന്നു. ഇവയിൽ ഒരു മോഡുലാർ കോമ്പോസിറ്റ് കവചത്തോടൊപ്പം വശങ്ങളിലെ ചങ്ങലകളിൽ മെറ്റൽ ബോളുകളും ഘടിപ്പിച്ചിരിക്കുന്നു. ഇൻബൗണ്ട് പ്രൊജക്ടൈൽ ടാങ്കിൽ പതിക്കുന്നതിന് മുൻപ് ഈ മെറ്റൽ ബോളുകൾ പൊട്ടിത്തെറിക്കുന്നതിനാൽ ടാങ്കിന് മികച്ച സംരക്ഷണം ലഭിക്കുന്നു. സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചറുകൾ, NBC പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നിവ ഉൾപ്പെടെ ക്യാബിൻ ക്രൂവിനായി പ്രത്യേക കവച സംരക്ഷണവും ഇതിലുണ്ട്. ലേസർ റേഞ്ച് ഫൈൻഡർ, തെർമൽ ഇമേജിംഗ്, നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, നൂതന ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നിവയുൾപ്പെടെ വിപുലമായ അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ മെർക്കാവ MK4ൽ സജ്ജീകരിച്ചിരിക്കുന്നു. ടാങ്കിന് മണിക്കൂറിൽ 64 km വരെ വേഗതയും 500 km വരെ റേഞ്ചും ലഭിക്കും. മെർക്കാവ MK4ന് ശ്രദ്ധേയമായ ഫയർ പവറും മൊബിലിറ്റിയുമുണ്ട്. 2006 ലെബനൻ യുദ്ധം, ഗാസ യുദ്ധം എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ നിരവധി സംഘടനകളിലും ഈ ടാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. എട്ടാമതായി ടൈപ്പ് 99A ടാങ്കുകൾ. 2001 മുതൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സേവനത്തിലുള്ള മൂന്നാം തലമുറ പ്രധാന യുദ്ധ ടാങ്കാണ് ടൈപ്പ് 99 ടാങ്ക്. റഷ്യയുടെ T-72 ടാങ്കുകളുടെ ഷാസിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ടാങ്ക് നിർമ്മിക്കുന്നത് നോറിങ്കോയാണ്. ഈ ടാങ്കിൽ 125 mm സ്മൂത്ത് ബോർ മെയിൻ ഗണ്ണ് ഘടിപ്പിച്ചിരിക്കുന്നു. APF SDS റൗണ്ടുകൾ, ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് റൗണ്ടുകൾ, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ആയുധങ്ങൾ ഫയർ ചെയ്യാൻ ഇതിന് കഴിയും. കൂടാതെ ഇതിനൊരു കൊയാക്സിയൽ 7.62 mm മെഷീൻ ഗണ്ണും 12.7 mm മെഷീൻ ഗണ്ണും ടററ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയുടെ ടററ്റിന് 42 റൗണ്ടുകളും ഓട്ടോ ലോഡറിൽ 22 റൗണ്ടുകളും വഹിക്കാനാകും.
സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ടൈപ്പ് 99-ൽ സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചം, മോഡ്യൂളുകളുള്ള ഒരു സംയോജിത കവചം, ഇൻകമിംഗ് പ്രൊജക്ടൈലുകളെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സജീവ സംരക്ഷണ സംവിധാനം എന്നിവ ഉൾപ്പെടുന്നു. ടൈപ്പ് 99 ടാങ്കിൽ ലേസർ റേഞ്ച് ഫൈൻഡർ, തെർമൽ ഇമേജിംഗ്, നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, വിപുലമായ ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ, ബാലിസ്റ്റിക് കമ്പ്യൂട്ടറിനൊപ്പം ഒരു ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. മണിക്കൂറിൽ 80 കിലോമീറ്ററിന്റെ പരമാവധി വേഗതയും 600 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്ന 1500 ഹോഴ്സ് പവറുള്ള ഡീസൽ എഞ്ചിനാണ് ഈ ടാങ്കിന് കരുത്തേകുന്നത്. ടാങ്കുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുൻപ് തന്നെ വ്യോമ മിസൈൽ, ഇൻഫ്രാറെഡ് ഗൈഡഡ് ആയുധങ്ങൾ എന്നിവയും ശത്രു ഗണ്ണറുടെ സൈറ്റിനെയും തകർക്കാൻ കഴിയുന്ന ഒരു ലേസർ ആയുധവും ഈ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം എൻക്രിപ്റ്റഡ് ലേസർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും മറ്റ് ആശയവിനിമയ ഉപകരണങ്ങളും ഈ ടാങ്കിലുണ്ട്. അഗ്നി നിയന്ത്രണ സംവിധാനങ്ങളുടെയും എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷന്റെയും കാര്യത്തിലുള്ള അത്യാധുനിക സവിശേഷതകൾ ലോകത്തിലെ ഏറ്റവും മികച്ച 10 യുദ്ധ ടാങ്കുകളുടെ പട്ടികയിൽ ടൈപ്പ് 99നെയും കൊണ്ടുവരുന്നു. 9-ാമതായി ലേക്ലർക്ക് ടാങ്കുകൾ. 1992-ലാണ് ലേക്ലർക്ക് ടാങ്ക് ആദ്യമായി ഫ്രഞ്ച് സൈന്യവുമായി സേവനത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം ഗൾഫ് യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം, ലിബിയൻ ആഭ്യന്തര യുദ്ധം എന്നിവയുൾപ്പെടെ നിരവധി സംഘടനകളിൽ ഇത് ഉപയോഗിച്ചു. ലേക്ലർക്ക് ടാങ്കുകൾ ആധുനികവൽക്കരണത്തിന് വിധേയമാകുകയും ലേക്ലർക്ക് XLR ആയി നവീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകത്തിലെ ഏതൊരു സൈന്യത്തിനും സേവനം നൽകുന്ന ഏറ്റവും ആധുനിക ടാങ്കുകളിൽ ഒന്നാണിത്. APF/SDS റൗണ്ടുകൾ, ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് റൗണ്ടുകൾ, ഹൈ എക്സ്പ്ലോസീവ് റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ വിവിധതരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു 120 mm സ്മൂത്ത് ബോർ ഗണ്ണാണ് ലേക്ലർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം കൊയാക്സിയൽ 7.62 mm മെഷീൻ ഗണ്ണും ടററ്റിൽ ഘടിപ്പിച്ച 12.7 mm മെഷീൻ ഗണ്ണും യുദ്ധ ടാങ്കിലുണ്ട്. ലേക്ലർക്ക് ടാങ്കുകൾ മോഡുലാർ കോമ്പോസിറ്റ് കവചം ഉപയോഗിച്ച് പരിരക്ഷിച്ചിരിക്കുന്നു. ആർമർ പിയേഴ്സിംഗ് റൗണ്ടുകളും ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ വിവിധ ഭീഷണികൾക്കെതിരെ ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം ഇത് നൽകുന്നു. ലേസർ വാണിംഗ് റിസീവറും ഇൻകമിംഗ് ഭീഷണികൾ കണ്ടെത്താനുള്ള റഡാർ വാണിംഗ് റിസീവറും ഇതിലുണ്ട്. കൂടുതൽ സംരക്ഷണത്തിനായി ഇതിന് ഇൻഫ്രാറെഡ് ഡിസപ്ഷൻ ടെക്നോളജിയും അതിന്റെ സമീപത്തുള്ള സെൽഫോൺ സിഗ്നലിനെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന ആന്റി IED ഉപകരണവുമുണ്ട്. ലെക്ലർക്ക് ടാങ്കിന്റെ അഗ്നി നിയന്ത്രണ സംവിധാനത്തിൽ ഒരു ഗണ്ണേഴ്സ് സൈറ്റ്, ഒരു കമാൻഡേഴ്സ് സൈറ്റ്, ഒരു ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ എന്നിവ ഉൾപ്പെടുന്നു. 2 സൈറ്റുകളും ലേസർ റേഞ്ച് ഫൈൻഡർ, തെർമൽ ഇമേജിംഗ്, ഡേ സൈറ്റ് എന്നിവ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ യുദ്ധക്കളത്തിലെ ലക്ഷ്യത്തിന്റെ ദൂരം, അതിന്റെ ചലനം, ടാങ്കിന്റെ സ്ഥാനം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കണക്കാക്കുകയും കമാൻഡർക്ക് ഫയറിംഗ് പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നു. 1500 ഹോഴ്സ് പവറുള്ള ഡീസൽ എഞ്ചിനാണ് ലേക്ലർക്കിന് കരുത്ത് പകരുന്നത്. പരമാവധി വേഗത മണിക്കൂറിൽ 72 കിലോമീറ്ററും ഫുൾ ടാങ്ക് ഇന്ധനത്തിൽ ഏകദേശം 550 കിലോമീറ്ററിന്റെ റേഞ്ചുമുണ്ട് ഈ ടാങ്കിന്. 10-ാമതായി അർജുൻ MK1A. DRDO രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ നൂതന വകഭേദമാണ് അർജുൻ MK1A. അർജുൻ MK1Aയിൽ 120 mm റൈഫിൾഡ് മെയിൻ ഗൺ ഘടിപ്പിച്ചിരിക്കുന്നു. APF/SDS, HEAT, HESH റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ വിവിധതരം ആയുധങ്ങൾ ഫയർ ചെയ്യാൻ ഇതിന് കഴിയും. 7.62 mm കൊയാക്സിയൽ മെഷീൻ ഗൺ, 12.7 mm ആന്റി എയർക്രാഫ്റ്റ് മെഷീൻ ഗൺ, സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചർ എന്നിവയും ഈ ടാങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സംയോജിത കവചം, സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചം, ബാർ കവചം എന്നിവയുടെ സംയോജനമായ കാഞ്ചൻ കവചമാണ് ഈ ടാങ്കിന്റെ സവിശേഷത. റോൾഡ് ഹോമോജനസ് ആർമറിനിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെറാമിക് ടൈലുകളും കോമ്പോസിറ്റ് പ്ലേറ്റുകളും ചേർന്നതാണിത്. ടാങ്ക് വിരുദ്ധ മിസൈലുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉൾപ്പെടെയുള്ള ചലനാത്മകവും സ്ഫോടനാത്മകവുമായ ഭീഷണികൾക്കെതിരെ ഉയർന്ന തരത്തിലുള്ള സംരക്ഷണം നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന 1400 ഹോഴ്സ് പവറുള്ള ഡീസൽ എഞ്ചിനാണ് അർജുൻ MK1Aയ്ക്ക് കരുത്തേകുന്നത്. മെച്ചപ്പെട്ട റൈഡ് കംഫോർട്ടും സ്ഥിരതയും അനുവദിക്കുന്ന ഒരു ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷൻ സംവിധാനവും ഈ ടാങ്കിലുണ്ട്. അർജുൻ MK1Aയിൽ അത്യാധുനിക അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ, ഒരു ഗൺ സ്റ്റെബിലൈസ്ഡ് സിസ്റ്റം, ഒരു ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കമാൻഡറുടെയും ഗണ്ണറുടെയും സ്റ്റേഷനിൽ പനോരമിക് സൈറ്റ്, ലേസർ റേഞ്ച് ഫൈൻഡർ, തെർമൽ ഇമേജർ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം ടാങ്കിൽ ഒരു ഓക്സിലറി പവർ യൂണിറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് മെയിൻ എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ പോലും ടാങ്കിന്റെ സിസ്റ്റങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തെ അനുവദിക്കുന്നു. മൊത്തത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഉയർന്ന ശേഷിയുള്ള ടാങ്കാണ് അർജുൻ MK1A. ഇതിന്റെ ഏറ്റവും പുതിയ സവിശേഷതകളും ആകർഷകമായ ഫയർ പവറും കണക്കിലെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച 10 യുദ്ധ ടാങ്കുകളുടെ പട്ടികയിൽ ഈ ടാങ്ക് ഒരു മികച്ച മത്സരാർത്ഥിയാകുന്നു. മേൽപ്പറഞ്ഞ ടാങ്കുകളെല്ലാം അതാത് രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. നൂതന ആശയവിനിമയത്തെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും കൂടുതൽ ആശ്രയിക്കുന്ന യുദ്ധത്തിന്റെ മാറുന്ന സ്വഭാവവുമായി പൊരുത്തപ്പെടാനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ ടാങ്കുകൾ.
ജർമ്മൻ KA-51 പാന്തർ, അമേരിക്കൻ അബ്രാംസ് X എന്നിവ പോലെയുള്ള കൂടുതൽ നൂതനമായ ടാങ്കുകൾ നിലവിൽ വികസന ഘട്ടത്തിലാണ്. അതിനാൽ ടാങ്ക് വികസനത്തിലെ പരിവർത്തന ഘട്ടത്തിന് നമ്മൾ നിലവിൽ സാക്ഷ്യം വഹിക്കുന്നു. ഉടൻ തന്നെ നിലവിലുള്ള കവചിത ഫ്ലീറ്റുകൾക്ക് പകരം 4ാം തലമുറ യുദ്ധ ടാങ്കുകൾ എല്ലാ രാജ്യങ്ങൾക്കും ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.